ഹരി ഓം. ദശകം 19, ശ്ലോകം 9. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. തതഃ ച, തതശ്ച തേ ഭൂതലരോധിനഃ തരൂൻ, ഭൂതലരോധിനസ്തരൂൻ, ഭൂതലരോധിനഃ തരൂൻ. രോധിനഃ പ്ലസ് തരൂനാണ് രോധിനസ്തരൂൻ. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദഹന്തഃ, ദഹന്തോ ദ്രുഹിണേന വാരിതാഃ, ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈഃ ച, ദ്രുമൈഃ പ്ലസ് ച, ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യതാം, ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദ് ഉക്തകാലം, ത്വദ് ഉക്തകാലം, ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ, സുഖിനഃ അഭിരേമിരേ, സുഖിനോഭിരേമിരേ, ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ശ്ലോകം 8 ഭഗവാന് വീണ്ടും വരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. വീണ്ടും 2 വരങ്ങളൂടെ കൊടുത്തു. അപ്പോൾ ഈ വരങ്ങളെല്ലാം ഭഗവാൻ സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. പ്രചേതസ്സുകൾ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തതല്ല. അപ്പോൾ ചോദിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ സന്തോഷത്തോടു കൂടി ആയിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ ചോദിക്കാതെ തന്നെ കൊടുക്കുന്നത് അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണെന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ഈ ശ്ലോകത്തിൽ 9-ാം ശ്ലോകത്തിൽ പ്രചേതസ്സുകളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. തതഃ ച തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്തഃ, തതഃ ച തേ, അപ്പം അതിനുശേഷമാകട്ടെ. എപ്പോഴാണ്? അപ്പം അവർ ആ തപസ്സൊക്കെ മതിയാക്കി ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കിട്ടി ആ തടാകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, അതാണ് അതിനുശേഷമാകട്ടെ, ആ പ്രചേതസ്സുകൾ തരൂൻ ക്രുധാ ദഹന്തഃ, അവർ നോക്കിയപ്പോഴത്തേനും, വെള്ളത്തിൽ നിന്ന് പുറത്ത് കയറി നോക്കിയപ്പോഴത്തേനും ഭൂമണ്ഡലം മുഴുവൻ ആ മരങ്ങളെ കൊണ്ട് മൂടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ മരങ്ങളെ കൊണ്ട് മൂടാൻ തുടങ്ങിയത് കണ്ടിട്ട് ക്രുധാ ദഹന്തഃ, കോപിച്ച് ദഹിപ്പിക്കുവാൻ തുടങ്ങി. അപ്പം ഈ തപസ്സൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി വെളിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമണ്ഡലം മുഴുവൻ ഈ മരങ്ങളെ കൊണ്ട് മൂടിയിരിക്കുന്നതായിട്ട് കണ്ടിട്ട് കോപിച്ച് ആ മരങ്ങളെ ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രുധാ ദഹന്തഃ, ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ദ്രുഹിണേന വാരിതാഃ, ദ്രുഹിണേന എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അതിനെ തടഞ്ഞു. മരങ്ങളെ മുഴുവൻ നശിപ്പിച്ചാൽ പിന്നെ മരം ഇല്ലാണ്ടായി പോകത്തില്ലേ? അതുകൊണ്ട് ബ്രഹ്മാവ് അതിനെ തടഞ്ഞു. ദ്രുമൈഃ ദത്താം താം തനയാം അവാപ്യ, ദ്രുമൈഃ മരങ്ങൾ, ദത്താം കൊടുത്ത, താം തനയാം ആ മകളെ, അവാപ്യ ലഭിച്ചതിനു ശേഷം. അപ്പോൾ കുറേ മരങ്ങൾ നശിച്ചുപോയി. അപ്പോൾ ആ മരങ്ങൾ കൊടുത്ത ആ മകളെ ലഭിച്ചതിനു ശേഷം, ആർക്ക് ലഭിച്ചതിന് ശേഷം? പ്രചേതസ്സുകൾക്ക് ലഭിച്ചതിനു ശേഷം ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ ച, ത്വദുക്തകാലം സുഖിനഃ, നിന്തിരുവടി പറഞ്ഞ കാലം സുഖമായി കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഭഗവാന്റെ വരമുണ്ടായിരുന്നുവല്ലോ ഇങ്ങനെ ആ പ്രചേതസ്സുകൾക്ക് മരങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പറഞ്ഞതനുസരിച്ച്
പറഞ്ഞ അത്രയും കാലം ഈ പ്രചേതസ്സുകൾ സുഖമായി കഴിഞ്ഞുകൂടുകയും ചെയ്തുവല്ലോ. അപ്പം ഈ ഭഗവാൻ വരങ്ങൾ നൽകി മറഞ്ഞതിന് ശേഷം പ്രചേതസ്സുകൾ വെള്ളത്തിൽ നിന്ന് കയറി നോക്കിയപ്പോൾ ഭൂമി മുഴുവൻ മരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പ്രാചീന ബർഹിസ് ആ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചുവല്ലോ. അപ്പം വേറെ നോക്കാൻ ആരുമില്ലാണ്ടായി. പ്രാചീന ബർഹിസ് അച്ഛൻ ആ ഭഗവത് സാരൂപ്യം പ്രാപിക്കിയാൽ ഭൂമി രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നതാണെന്ന് അതിന് കാരണം എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ പ്രചേതസ്സുകൾ കോപിച്ച് വായിൽ നിന്ന് കാറ്റും തീയും ഒക്കെ സൃഷ്ടിച്ച് മരങ്ങളെല്ലാം ചുട്ടുകരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അത് തുടർന്നാലോ ഏറെ താമസിയാതെ തന്നെ ഭൂമിയിൽ ഒരൊറ്റ മരം പോലും ഇല്ലാതാവും എന്ന് ഭയപ്പെട്ടു ബ്രഹ്മാവ്. എന്നിട്ട് ഉടനെ തന്നെ ബ്രഹ്മാവ് വന്ന് പ്രചേതസ്സുകളെ ആ സാഹസ കൃത്യത്തിൽ നിന്നും വിലക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ല, മരങ്ങളില്ലാതായാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സാഹസത്തിൽ നിന്ന്, ആ കൃത്യത്തിൽ നിന്ന് വിലക്കി. അങ്ങനെ അപ്പോൾ കുറേ മരങ്ങൾ അപ്പോഴേ തന്നെ കത്തി നശിച്ചു പോയിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട ബാക്കിയുള്ള മരങ്ങൾ തങ്ങളുടെ ആ മകളായ മാരിഷയെ പ്രചേതസ്സിന് വിവാഹം ചെയ്തു കൊടുത്തു. ഭഗവാൻ മുമ്പ് വരം കൊടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ, നിനക്ക് ഇങ്ങനെ മരങ്ങളുടെ പുത്രിയായ മാരിഷിയെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഭഗവാൻ വരം നൽകി അനുഗ്രഹിച്ചതുപോലെ തന്നെ ആ 10 ലക്ഷം സംവത്സരം കാലം ഈ പത്നിയോട് കൂടിയിട്ട് അവർ സുഖജീവിതം നയിക്കുകയും ചെയ്തു. തതശ്ചതേദ്ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താൻ തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ.